ബിസിനസ് ഫെയിലിയേഴ്സിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡൈനാമിക് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റിനോട് പ്രതികരിക്കാത്തതാണ്. ഈ ഡൈനാമിക് ബിസിനസ് എൻവയോൺമെന്റിൽ നിങ്ങളുടെ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്യണം. നമസ്കാരം, ഞാൻ റോസ്മേരി ജോൺസൺ, നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസിലെ മാനേജർ കോസ്റ്റിംഗ് ആണ്. കോമ്പറ്റീഷൻ നിറഞ്ഞ ഇന്നത്തെ കാലത്ത് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ പ്രസൻസ് ഇല്ലാതെ ഈ IT പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ആയിട്ടുള്ള ബിസിനസ്സുകളെയാണ്. കാരണം ഇന്നും ITയുടെ ഇമ്പോർട്ടൻസ് പൂർണ്ണമായും മനസ്സിലാക്കാതെ കൂടുതൽ ആക്ടിവിറ്റീസും മാനുവലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ലാർജ് സ്കെയിൽ കമ്പനീസ് ഫാസ്റ്റ് ഗ്രോയിങ് ആയി പോകുമ്പോഴും ഈ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകൾ ഗ്രോത്ത് ഇല്ലാതെ സ്റ്റെക്കായി മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ബിസിനസ്സിലോട്ട് ഇൻഫോർമേഷൻ ടെക്നോളജീസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ആക്ച്വലി കോസ്റ്റ് അല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഇൻഫോർമേഷൻ ടെക്നോളജി വഴി സാധിക്കും. ഇൻഫോംഡ് ഡിസിഷൻ കറക്റ്റ് ടൈമിൽ എടുക്കാനും അങ്ങനെ പല കോസ്റ്റും റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരാനും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. ബിസിനസ്സുകളുടെ IT ഏരിയയിൽ കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലംസ് എടുത്തു നോക്കിയാൽ പല MSMEകളും ഇപ്പോഴും റൺ ചെയ്യുന്നത് ബേസിക് സിസ്റ്റം ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും മെത്തേഡ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ ഇല്ല. ഇത് ഡിപ്പാർട്ട്മെന്റ്സിന്റെ പെർഫോമൻസ് എഫിഷ്യൻസി കുറയ്ക്കുന്നു. സൈബർ സെക്യൂരിറ്റി ഇല്ലാതെയും പ്രോപ്പർ ബാക്കപ്പ് ഫെസിലിറ്റീസ് ഇല്ലാതെയും ഒക്കെയാണ് ഈ പറഞ്ഞ MSMEകൾ കൂടുതലും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോപ്പർ IT ഇല്ലാത്തതിൻ്റെ എഫക്റ്റ് ബിസിനസ് ഗ്രോത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഡിസിഷൻസ് ഡിലേ ആകും, ധാരാളം ടൈം വേസ്റ്റ് ആകും, കസ്റ്റമേഴ്സ് ഡിസപ്പോയിൻമെന്റിലേക്ക് കാരണമാകും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള കോർഡിനേഷനും ഇല്ലാതാകും. ഇതെല്ലാം ഓവറോൾ സെയിൽസും പ്രോഫിറ്റും കുറയ്ക്കും. സോ ഒരു ബിസിനസ്സിൽ IT ടീമിൻ്റെ റോൾ വളരെ വലുതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പും അതിൻ്റെ മെയിൻ്റെനൻസും എൻഷുർ ചെയ്യുന്നത് ഈ IT ടീമാണ്. ഈ IT ടീമാണ് നെറ്റ്വർക്ക് സ്റ്റേബിൾ ആക്കാൻ ഫയർവാൾസ്, സ്വിച്ചസ്, ആക്സസ് പോയിന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ഡൗൺ ആയാൽ ബിസിനസ് ഫുൾ സ്റ്റോപ്പ് ആകും. വൈറസസ്, ഹാക്കിംഗ് അറ്റംപ്റ്റ്സ്, ഫിഷിംഗ് മെയിൽസ് ഇങ്ങനെയുള്ള ത്രെഡ്സ് നന്നായി ഹാൻഡിൽ ചെയ്യുന്നത് ഈ IT ടീമാണ്. സെർവർ ക്രാഷ് ആയാലും കമ്പനിയുടെ ക്രിട്ടിക്കൽ ഫയൽസ് സേഫ് ആയിരിക്കണമെങ്കിൽ അവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു IT ടീം വേണം. സെക്യൂർ പെർമിഷൻ എൻഷുർ ചെയ്യേണ്ടതും IT ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് എംപ്ലോയി ഫയൽസ് HR ടീമിന് മാത്രം, അതേപോലെ ഫിനാൻഷ്യൽ ഡാറ്റ അക്കൗണ്ട്സ് ടീമിന് മാത്രം, അങ്ങനെ ഓരോ പർട്ടിക്കുലർ ഡാറ്റയ്ക്കും സെക്യൂർ പെർമിഷൻ എൻഷുർ ചെയ്യണം. ഇതെല്ലാം എൻഷുർ ചെയ്തുകൊണ്ട് IT ടീം നന്നായി എഫിഷ്യൻ്റായി വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സിസ്റ്റം വേണം. ഇല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻസും ഡിലേയും ഉണ്ടാകാം. അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടൂളാണ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരു ക്ലിയർ SOP ഉണ്ടെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടാവും. സെർവർ ഡൗൺ ആയാൽ ആരാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഡാറ്റ ബാക്കപ്പ് ഏത് സമയത്താണ് നടക്കേണ്ടത്, അതുപോലെ ഇതുപോലത്തെ റിപ്പീറ്റഡ് ടാസ്ക് SOPയിൽ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ അവിടെ ടൈം സേവ് ചെയ്യാനും എഫിഷ്യൻസി കൂട്ടാനും സഹായിക്കും. ഈ SOPയിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് കീപ് റെസ്പോൺസിബിലിറ്റി ഏരിയാസ് ആണ്. അഡ്മിൻ റൈറ്റ്സ് ആർക്കാണ്, നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ട് ആരാണ് ചെയ്യേണ്ടത്, ക്ലൗഡ് ഡാറ്റ മാനേജ് ചെയ്യേണ്ടത് ആരാണ് എന്നിങ്ങനെ IT മെമ്പേഴ്സ് ഓരോരുത്തർക്കും സ്പെസിഫിക് റോൾസ് ഉണ്ടാവും. SOPയിൽ ഇത് ക്ലിയറായി ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് അവിടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ആവും. രണ്ടാമത്തേത് റിസോഴ്സസ് ആണ്. ഒരു ബാക്കപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ടോ, ആൻറ്റിവൈറസ് ലൈസൻസ് വാലിഡ് ആണോ, റിമോട്ട് ആക്സസ് ടൂൾസ് ഉണ്ടോ എന്നിങ്ങനെ IT വർക്ക് ചെയ്യാൻ ആവശ്യമായ എസെൻഷ്യൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ SOP വഴി സാധിക്കും. മൂന്നാമത്തെ കാര്യം പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ആണ്. പവർ ഫെയിലിയർ, ഹാർഡ്വെയർ ക്രാഷ്, സൈബർ അറ്റാക്സ് പോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഇതിനൊക്കെ ആവശ്യമായ റിക്കവറി സ്റ്റെപ്സും സപ്പോർട്ട് പ്രോട്ടോക്കോളും SOPയിൽ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. നാലാമത്തെ കാര്യം ഡിപ്പെൻഡൻസീസ് ആണ്. IT ഡിപ്പാർട്ട്മെൻറ്റിന് ഓൾമോസ്റ്റ് മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റ് റിലേഷൻസ് SOPയിൽ സ്പെസിഫൈ ചെയ്യുന്നത് വഴി ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള സ്മൂത്ത് കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്.
ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈം, ഡൗൺ ടൈം ആകുന്ന സമയം, ബാക്കപ്പ് സക്സസ് റേറ്റ് തുടങ്ങി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബേസിൽ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് IT ടീമിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും SOP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ പറ്റും. ഓവറോൾ പറയുകയാണെങ്കിൽ SOP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻ ടെക്നോളജി കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.